പ്രായമേറെയായി. നിന്റെ വരവും കാത്തിരിക്കുകയാണ്. നീ വരുന്നുണ്ടെന്ന് നിന്റെ കൂട്ടുകാരൻ പറഞ്ഞു കേട്ടതു മുതൽ തുടങ്ങിയതാ നിന്റെ ഉപ്പ മധുരം വാങ്ങിക്കൂട്ടാൻ. നിനക്ക് മധുരം ഇഷ്ടമാണല്ലോ. ഒരു രാത്രി നീ മധുരത്തിനു വേണ്ടി വാശി പിടിച്ചപ്പോൾ ഉപ്പ പോയി വാങ്ങിക്കൊണ്ടുവന്നത് നിനക്കോർമ്മയില്ലേ? എല്ലാം ഒരു സ്വപ്നം പോലെ. ആദിക്ക് വേണ്ടി നിന്റെ ഉപ്പ കളിപ്പാട്ടങ്ങൾ പൊടിതട്ടി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കുള്ളതാണെന്ന് പറഞ്ഞ് ആരെയും അടുക്കാൻ സമ്മതിക്കുന്നില്ല. കുറച്ചു ദിവസമായി അതിനെ ചുറ്റിപ്പറ്റിയാണ്. പാവം കാഴ്ച ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട്. നീ വന്നാൽ ഒരുപക്ഷെ ഉപ്പയുടെ അടുത്തു നിന്നും എന്തെങ്കിലും തെറ്റുപറ്റിയാൽ നീ ആക്ഷേപിക്കരുത്. കാരണം പ്രായമായവരുടെ മനസ്സ് ലോലമാണ്. ശകാരങ്ങൾ അവർക്ക് സഹിക്കാനാവില്ല. നീ പറയുന്നത് കേൾക്കാതെ വീണ്ടും വീണ്ടും അദ്ദേഹം ചോദിച്ചാൽ നീ പറഞ്ഞത് ആവർത്തിക്കുക. നീ അദ്ദേഹത്തെ മൂഢനെന്ന് വിളിക്കരുത്. ക്ഷമിക്കണം മോനെ, വയസ്സാവുകയാണ്. കാലുകൾ തളരുമ്പോൾ പിച്ചവെച്ചു നീ നടക്കുന്നേരം കൈപിടിച്ചു നടന്നതുപോലെ ഒരു താങ്ങായി നീ ഉണ്ടാകണം. ഉടഞ്ഞ റേഡിയോ പോലെ ഞാൻ സംസാരിക്കുമ്പോൾ നീ എന്നെ അവഗണിക്കരുത്. ഒരിക്കൽ നീ ബലൂണിന് വേണ്ടി വാശി പിടിച്ചത് നിനക്കോർമ്മയില്ലേ? അത് ലഭിക്കുന്നതുവരെ നീ അതിനു വേണ്ടി വാശി പിടിച്ചു. വഴിയിലൂടെ നടക്കുമ്പോൾ കാണുന്ന എല്ലാത്തിന്റെയും പേര് നീ ചോദിക്കുമായിരുന്നു. ഒരുപക്ഷെ നീ അടുത്തു വന്നാൽ വയസ്സായവരെ പോലെ ഞങ്ങളെ ദുർഗന്ധം വമിച്ചേക്കാം. ക്ഷമിക്കടാ, നീ എന്നെ കുളിക്കാൻ നിർബന്ധിക്കരുത്. കാരണം ശരീരം തളർന്നുപോയി. പ്രായമായാൽ പെട്ടെന്ന് അസുഖമുണ്ടാകും. ചെറുപ്പത്തിൽ നിന്റെ പിറകിലോടിയത് ഓർമ്മയില്ലേ? നിനക്കന്ന് കുളിക്കാൻ മടിയായിരുന്നു. എല്ലാം കാലത്തിന്റെ ഭാഗം. നിനക്ക് തിരക്കാണെന്നറിയാം. ഒഴിവുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. സ്കൂളിൽ നിന്നും തിരിച്ചു വന്നാൽ എനിക്ക് കഥകൾ പറഞ്ഞു തന്നിരുന്നത് നീ ഓർക്കുന്നില്ലേ? ശ്രദ്ധിച്ചു കേട്ടില്ലെങ്കിൽ നീ പിണങ്ങുമായിരുന്നു. കാലമേറെയില്ല. മരണം എപ്പോഴുമാകാം. ഒപ്പമിരുന്ന് ആശ്വസിപ്പിക്കാൻ നീ ഉണ്ടാകുമല്ലോ. ഖബറിലെ ജീവിതവും കഴിഞ്ഞ് എല്ലാവരെയും വിചാരണക്ക് കൊണ്ടുവരുമ്പോൾ നീ പേടിക്കരുത്. ഉമ്മയെ മോൻ നന്നായി നോക്കിയിട്ടുണ്ട് എന്ന് ഉമ്മ പറഞ്ഞോളാം. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا.